കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയാണെന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ നാട്ടിലുണ്ട്. കമ്മ്യൂണിസ്റ്റ് കുടുംബമാണെന്ന് പറയുന്നവരൊക്കെ നാട്ടിലുണ്ട്. അപ്പൊ അത് പറയുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് അതിന് അങ്ങനത്തെ ഒരു ഛവി, അങ്ങനത്തെ ഒരു ഛായ അതിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് വിമർശനം നമ്മൾ എടുക്കേണ്ടത്. ഇന്ത്യയുടെ രാഷ്ട്രീയത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സവിശേഷമായ സ്ഥാനം, അതിന് ഒരു സംശയവും നമുക്ക് വേണ്ട. അവര് ഇലക്ഷന് നിന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് മറ്റുള്ള ലോകത്തൊരുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പെഡിഗിരിയിൽ പെടുന്നതല്ല. പക്ഷെ അതിന്റെ പാർട്ടി കൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ ഹെയറാർക്കിക്കലാണ്. അവിടെയാണ് നമ്മൾ കേഡർ പാർട്ടി എന്ന് പറയുന്നത്. അത് അങ്ങനത്തെ ഒരു കേഡർ പാർട്ടി പിന്നെ RSS മാത്രമാണ്. കൊല്ലുന്നതിനെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്ക കൊന്നിട്ടുള്ള അത്രയും ലോകത്താരും ചെയ്തിട്ടുണ്ട്. അവർ ക്രിസ്ത്യാനികളാണ് കൊല്ലുന്നതെന്ന് എന്താ പറയാത്തെ? അപ്പൊ അത് രാജ്യമായി. അതേ സമയത്ത് അവിടുത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വാല്യൂസുമായിട്ട് നിൽക്കുന്ന ജനത തന്നെയാണ്. അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പോലും സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് അതൊക്കെ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു ക്രിസ്ത്യൻ രാജ്യമാണ് അമേരിക്ക എന്ന് എന്താ ആരും പറയാത്തെ? അപ്പൊ രാജ്യം മാത്രമേ ഉള്ളൂ. ഇസ്ലാം മതവിശ്വാസികൾ മാത്രമാണ് രാജ്യം ചെയ്യുമ്പോൾ തെറ്റാകുന്നത്. നവനാസ്തിക ചർച്ചകളിലൊക്കെ ഉന്നയിച്ചു കേൾക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത് മതമാണ് എന്നതാണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അശോക് രാജഗോപാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് സോ കോൾ നിരീശ്വരവാദികൾ അവരുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ടൂൾ എന്ന് പറയുന്നത് മതവിരുദ്ധമായിട്ടുള്ള വാദങ്ങളാണ്. അപ്പൊ അവർക്ക് അറിയാവുന്ന വാദങ്ങൾ എന്ന് പറയുന്നത് മതവിമർശനമാണ്. അപ്പൊ അവർക്ക് താല്പര്യമില്ലാത്ത ഒരു രാഷ്ട്രീയ വരുമ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടി അവർക്ക് അതിനെ ഒരു മതമാക്കിയാൽ അവർക്ക് അവരുടെ ടൂൾസ് ഉപയോഗിക്കാം. അതിനുവേണ്ടിയാണ് പലപ്പോഴും ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു മതമാണ് എന്നുള്ള നിരീശ്വരവാദികൾ പ്രത്യേകിച്ച് നവനാസ്തികർ ഉന്നയിക്കുന്നതെന്ന് അദ്ദേഹം ആർഗ്യുന്നത്. താങ്കൾ എങ്ങനെയാണ് അത് കാണുന്നത്? അല്ല, കമ്മ്യൂണിസം മതമാണെന്ന് പറയുന്നത് ഒരു ഐഡിയോളജി എന്നുള്ള നിലവാരത്തിൽ പറയുന്നത് വഴിയാണ്. അതിനകത്ത് അങ്ങനെയുള്ള അംശങ്ങൾ എപ്പോഴും കാണും. കാര്യമുണ്ട്. അതിന്റെ സ്ട്രക്ചറലായിട്ടുള്ള മേല് കീഴോട്ടുണ്ട് പാർട്ടി എന്ന് പറയുന്നതിന്റെ സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ വെച്ചിട്ടും വിശ്വാസ പ്രമാണമായിട്ട് വരുന്നത് കഴിഞ്ഞാല് ലോകം ശാസ്ത്രീയമായിട്ടാണെന്ന് മാർക്സ് പറയുമ്പം ശാസ്ത്രത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്. പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അത്ര പെട്ടെന്ന് മാറാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ മാറാൻ പറ്റാതെ അതിന്റെ പ്രോജക്റ്റും കാര്യങ്ങളും അതിന്റെ ഒരു പദ്ധതികളും ഒരു കാലഘട്ടത്തിനെ വിലയിരുത്തിയിട്ട് അത് എങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വ്യക്തിഗതമായ ആൾക്കാർക്ക് എടുക്കുന്ന നിലപാട് പോലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എടുക്കാൻ പറ്റാതെ വരുമ്പോൾ അതിനൊരു തുടർച്ച വരും. ആ തുടർച്ച എന്ന് പറഞ്ഞാൽ എപ്പോഴും പുറകിലായി പോവുക എന്ന് പറഞ്ഞാൽ നാടിന്റെ മാറ്റത്തിനനുസൃതമായി പെട്ടെന്ന് തീരുമാനം എടുക്കാൻ കഴിയാതെ പോയിട്ട് പല പദ്ധതികളും പകുതി വഴിക്ക് നിന്നു പോകും. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ പറയുന്ന ആശയങ്ങളിനകത്ത് പുതിയതായി മനസ്സിലാക്കുന്ന പുത്തൻ അറിവുകൾ, ഇപ്പൊ ശാസ്ത്രീയമായ അറിവുകൾ, മനുഷ്യനെ പറ്റി ആന്ത്രപ്പോളജിക്കലായിട്ടുള്ള അറിവൊക്കെ വരുന്ന സമയത്ത് മാർക്സിന്റെ കാലത്തുണ്ടായിരുന്ന ശാസ്ത്രീയമായ അറിവല്ല അത്. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ അതിന് എളുപ്പമല്ല. അപ്പൊ ഫെമിനിസത്തിനോടൊക്കെ ആദ്യത്തെ സമീപനം വളരെ ശക്തമായ എന്ന് മാർക്സിസത്തിന്റെ എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗ കൺസെപ്റ്റിനെ തകർക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതാണായിട്ട് കണ്ടിരുന്നത്. അതൊക്കെയാണ് അതിനകത്ത് വന്നിരുന്നത്. അതൊക്കെ ഇന്നിപ്പോ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഫെമിനിസം എന്ന് പറയുന്നതിനെ ഞങ്ങൾ അങ്ങനെ പറയുന്നില്ലെങ്കിലും ഞങ്ങൾ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്ന നിലവാരത്തില് അത് സപ്പോർട്ട് കൊടുക്കും എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഫെമിനിസം അല്ല ഉപയോഗിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴും ആ നിലവാരത്തിൽ തുല്യതയെ പറ്റി പറയുമ്പോൾ എല്ലാ വ്യത്യാസങ്ങളെയും കൂടെ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്, എന്നറിയേണ്ടതുണ്ട്. അപ്പൊ തൊഴിലാളി ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടി വരും. തൊഴിലാളി ആണും പെണ്ണുമായ മാത്രം പോരാ, ഇന്ന് നമ്മളാണെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യം വരേണ്ടി വരും. തൊഴിലാളി ആണാണോ പെണ്ണാണോ ട്രാൻസ്ജെൻഡറോ ആണ്, അല്ല കറുത്ത തൊഴിലാളിയാണോ വെളുത്ത തൊഴിലാളിയാണോ എന്ന് ചോദിക്കുന്ന ചോദ്യം ചോദിക്കേണ്ടി വരും. ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ ബംഗാളി അതിഥി തൊഴിലാളിയാണെന്നുള്ള ചോദിക്കുന്ന ചോദ്യം ചോദിക്കേണ്ടി വരും. കാരണം ലോക്കലായിട്ടുള്ള പ്രാദേശിക ബോധത്തിന്റെ സ്ഥലങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള സവിശേഷമായിട്ടുള്ള വ്യത്യാസങ്ങളെയും കൂടെ വ്യത്യാസങ്ങളെ വിവേചനങ്ങളാക്കി മാറ്റുന്ന സ്ഥലമുണ്ട്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വ്യത്യാസങ്ങളെ വിവേചനത്തിന്റെ അടിസ്ഥാനമായി കാണുന്ന സ്ഥലങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിഗണനകൾ, അങ്ങനെയാണ് നമ്മൾ ന്യൂനപക്ഷം എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഇതുപോലുള്ള കാര്യങ്ങളും കൂടെ ഇതിനകത്ത് മനസ്സിലാക്കാതെ ഞാൻ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പല്ലേ ഈ അവൻ ബംഗാളിയാണ്, മദ്രാസിയാണ് എന്ന് പറയുന്നത് പോലുള്ള വിളികളാണ് ഈ കമ്മ്യൂണിസ്റ്റ് ആണ്, ക്യാപിറ്റലിസ്റ്റ് ആണെന്ന് മാത്രം വിളിക്കുന്ന യുക്തികൾ. അപ്പൊ അങ്ങനെയല്ല തന്നെയൊക്കെ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. ഇതൊരു ഡൈനാമിക് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. ആ സമൂഹത്തിനകത്ത് രാഷ്ട്രീയമായിട്ടുള്ള ഇത്തരത്തിലുള്ള നിലപാടുകൾ, പക്ഷെ ദിശ ഏതാണ് എന്നുള്ള ചോദ്യം എപ്പോഴും വരും. നിങ്ങളൊരു തുല്യതയ്ക്ക് വേണ്ടി നിൽക്കുന്ന മൂല്യബോധമുള്ള മനുഷ്യനാണോ, അതോ നിങ്ങൾ
ദൈവത്തിന്റെ അരുളപ്പാട് അനുസരിച്ചിട്ട് ഹെയറാർക്കിക്കലായിട്ട് ദൈവം പറയുന്നത് അനുസരിച്ച് ജീവിച്ചാൽ മതിയോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന്റെ ആ മൂല്യം മാറത്തില്ല, ഞങ്ങൾ അത് മാറ്റത്തില്ല, അത് അടിസ്ഥാനമാണ് എന്ന് ആരാണോ രണ്ട് സ്ഥലത്തും വാശിയോടെ നിൽക്കുന്നുണ്ടോ അവര് കൺസർവേറ്റീവ് ആയ ആൾക്കാരായി മാറും. അതുകൊണ്ട് ഇപ്പൊ മാർക്സിസം ഒരു മതമാണോ എന്നുള്ള ചോദ്യമാണല്ലോ ഇയാൾ ചോദിച്ചത്. പക്ഷെ ഇത് ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, പലതരത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങളായിട്ട് അതിനെ നിലനിർത്തുകയാണെങ്കിൽ മാറ്റത്തിന് വിധേയമാകാതെ മാറാതിരിക്കുന്നു എന്ന് പറയുന്നതാണ് ചൂണ്ടിക്കാണിച്ചിട്ടാണെന്ന് പറയുമ്പോൾ അത് മതത്തിന്റെ വശത്ത് നിൽക്കുന്ന പോലെ തോന്നുന്നു. കാരണം കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയാണെന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ നാട്ടിലുണ്ട്, കമ്മ്യൂണിസ്റ്റ് കുടുംബമാണെന്ന് പറയുന്നവരൊക്കെ നാട്ടിലുണ്ട്. അപ്പൊ അത് പറയുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് അതിന് അങ്ങനത്തെ ഒരു ഛവി, അങ്ങനത്തെ ഒരു ഛായ അതിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് വിമർശനം നമ്മൾ എടുക്കേണ്ടതുണ്ട്. പക്ഷേ ഇത് സത്യമാണ്, ഇതിന്റെ മുന്നിൽ മുട്ടുകുത്തണം എന്ന് ഞാൻ പറയുന്നില്ല എന്ന് കാർൽ മാർക്സ് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഈ ആൾക്കാർക്ക് അറിഞ്ഞുകൂടാന്നുള്ളത് കൊണ്ടാണ് അവർ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളായിട്ടിരിക്കുന്നത്. അപ്പൊ മാറുന്ന സത്യത്തിനനുസൃതമായി നമ്മുടെ എല്ലാ രാഷ്ട്രീയ മേഖലയിലുമുള്ള പ്രവർത്തനങ്ങളും മാറ്റേണ്ടതുണ്ട്. ഇതുകൊണ്ടാണ് വ്യത്യസ്തമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടായിപ്പോയത്. ഇതൊക്കെയാണ് നമ്മൾ കാണേണ്ടത്. അപ്പം ഇടതുപക്ഷം എന്ന് പറയുന്ന സാധനം ഇതല്ല, ഇത് ഞാൻ പറഞ്ഞില്ലേ ബ്രോഡ് സ്പെക്ട്രമാണ്. അതിനകത്ത് ഈ ധാരകളെല്ലാം വരും, അവരങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കും, ഇതൊക്കെ സംഭവിച്ചെന്ന് വരും. അത് മുന്നണിക്കകത്തുള്ള മിനിമം യോജിപ്പിന്റെ സ്ഥലമാണ്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു മത പാർട്ടിയാണെന്ന് പറയുന്നത് മതവിരോധം പറയുന്നതിനെ പെട്ടെന്ന് കമ്മ്യൂണിസ്റ്റ് വിരോധത്തിലേക്ക് കൊണ്ടുപോകാൻ എളുപ്പമാണെന്ന് അറിയുന്ന കാരണമാണ് ലേബൽ ചെയ്യുന്നതാണ്. അല്ലാതെ അതിനകത്ത് വളരെ റാഡിക്കലായിട്ട് ചിന്തിക്കുന്നതിലും അതിനെ മാറ്റണം. ന്യൂ ലെഫ്റ്റ് എന്നുള്ള വാക്കുകളൊക്കെ ലോകത്ത് കോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം മറക്കരുത്. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് വിരുദ്ധമായ ഒരു ശാസ്ത്രീയ കണ്ടെത്തൽ പോലും അംഗീകരിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോഴാണ് സ്റ്റാലിന്റെ നാട്ടിൽ നിന്ന് ആൾക്കാർ ഓടിപ്പോയിരുന്നത്. പക്ഷെ സ്റ്റാലിൻ ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് JBS ഹാൽഡേനൊക്കെ ഇംഗ്ലണ്ടിൽ നിന്ന് ഓടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം അന്ന് മറന്നു പോരുത്. മോസ്കോയിലോട്ട് വന്നിട്ടുള്ള സമയമുണ്ട്. അപ്പൊ ഇത് രണ്ടും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നാട് മാറാനായിട്ട് പുത്തൻ ശാസ്ത്രീയമായിട്ടുള്ള അറിവ് വരുമ്പോൾ അതിനനുസൃതമായി പെട്ടെന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകളും അതിന്റെ സ്ട്രക്ചറും മാറ്റാനായിട്ട് കഴിയുന്ന അത്രയും ഫാസ്റ്റ് ആയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാറിയിട്ടില്ല എന്നുള്ളതിന് ഒരു സംശയവും നമുക്ക് വേണ്ട. അതുകൊണ്ടാണ് പല ശാസ്ത്രീയമായ അറിവും അത് അട്ടത്തിരിക്കുന്നിടത്ത് ഇരിക്കുകയാണ്. ഇപ്പോൾ മേളിലിരിക്കത്തേ ഉള്ളു, അത് എടുത്ത് ഉപയോഗിക്കത്തില്ല. കാര്യം ഈ നിലവാരത്തിലുള്ള അപ്പൊ അതിന്റെ കൺസ്ട്രക്ഷന് തന്നെ മാറ്റം വരണം. അത് മാറ്റാതെ പാർട്ടിക്കകത്ത് ജനാധിപത്യ വിരുദ്ധമായി നിന്നിട്ട് മുന്നണിക്കകത്ത് ജനാധിപത്യപരമായി പെരുമാറാനാണ് അവർ പഠിച്ചത്. കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഞങ്ങളുടെ പാർട്ടി കേഡർ പാർട്ടിയാണ്, നിങ്ങളുടേതല്ല. പക്ഷെ നമുക്ക് ഒന്നിച്ച, അതുകൊണ്ടാണ് മുന്നണി വന്നത്. ഈ മുന്നണി വരുന്നത് വിശ്വാസ പ്രമാണങ്ങൾ കൊണ്ട് തന്നെയാണ്. ആ നിലവാരത്തിൽ അതിനെ വിമർശിക്കുമ്പോൾ അതിലൊരു വിശ്വാസികളുടെ യുക്തികൾ വരും, സംശയമൊന്നും വേണ്ട. അതുകൊണ്ടാണ് നമുക്ക് ബ്രോഡ് ലെഫ്റ്റ് എന്ന് പറയുന്ന നിലപാടേ എടുക്കാനൊക്കത്തുള്ളൂ. എനിക്കൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്തെ മെമ്പർഷിപ്പ് എടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യാൻ കഴിയാതിരിക്കുകയും വോട്ട് ചെയ്യുന്ന സമയത്ത് തമ്മിൽ പേരും തൊമ്മൻ എന്ന് പറയുന്ന സ്ഥലത്ത് വോട്ട് കൊടുക്കുകയും ചെയ്യും. അതും നിലപാട് ഇപ്പൊ ഇന്ത്യൻ രാഷ്ട്രീയത്തിനെ പറ്റി ചർച്ച ചെയ്യുവാണെങ്കിൽ കേരളത്തിനകത്ത് എന്താണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടെ ഒരു സൈഡിലാണ് നിൽക്കുന്നത്, ബാക്കിയുള്ളിടത്ത് എല്ലാവരും നിൽക്കുന്നില്ല. അപ്പൊ ഇവിടുത്തെ ഈ സ്റ്റേറ്റിനെ ഭരിക്കണമെന്ന് ആഗ്രഹമുള്ളത് കാരണം കൊണ്ട് ഇവിടെ ഇരിക്കുന്ന രാഷ്ട്രീയത്തിനകത്തെ നേതൃത്വം കൊടുക്കുന്ന അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായാലും കോൺഗ്രസ് പാർട്ടിക്കാരനായാലും ഒരുപോലെ മര്യാദകളായിട്ടാണ് അവരവർ പെരുമാറുന്നത്. അതിന് സംശയമൊന്നും വേണ്ട. ദേശീയമായ ഈ രണ്ട് മുന്നണിക്കും രണ്ടും കൂടെ യോജിച്ച് നിൽക്കാനേ സത്യത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് കഴിയുള്ളൂ. അപ്പൊ അവരിവിടെ തമ്മിൽ ഇത് ചെയ്യുന്നത് രണ്ടുപേരും ഒരുപോലെ മര്യാദ കെട്ടതായ നിലപാടെടുക്കുന്നുണ്ടാണ്. കാരണം കേരളത്തിനകത്തെ രാഷ്ട്രീയം പിടിക്കണമെന്നുള്ള യുക്തി കൊണ്ട് മാത്രമാണ് അവർക്ക് ദേശീയ രാഷ്ട്രീയം മറന്നു നിൽക്കുന്നവരാണ് എന്നുള്ളതിന് സംശയമൊന്നും എനിക്കില്ല. അല്ലെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഇലക്ഷനകത്ത് ഞങ്ങൾ പൊതുവായ കാൻഡിഡേറ്റിനെ ദേശീയ രാഷ്ട്രീയത്തിന്റെ മുന്നണിയിൽ ഞങ്ങൾ MP-മാരെ നിലനിർത്തുന്നത് ഒന്നിച്ചാണ് എന്ന് പ്രഖ്യാപിക്കാവുന്ന ഒരു കാലമായിരുന്നു. അത് ചെയ്യാൻ പരാജയപ്പെട്ടു പോയത് രണ്ട് വശത്തു നിന്നും ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയം കാണാതെ പോയ, അങ്ങനെയാണ് ഈ സുരേഷ് ഗോപിയൊക്കെ ജയിച്ചു പോയത്. ഈ നിലപാടെടുക്കുന്നുണ്ട്. അന്നത്തെ ദേശീയമായ ആവശ്യത്തിന്റെ മുൻനിർത്തി MP-മാരെ നിർത്തുമ്പോൾ ഞങ്ങൾ ഇലക്ഷന് നിൽക്കുന്നില്ല, കാൻഡിഡേറ്റിനെ നിർത്തത്തില്ല എന്ന് പറയാവുന്നതാണ്, ഒരു പ്രശ്നമില്ല. പക്ഷെ എല്ലാവരുടെ ഉദ്ദേശം എന്താണ്? കേരളത്തിനകത്ത് ജയിച്ചാൽ മതി എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ്. BJP രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന രണ്ട് മണ്ഡലത്തിലെങ്കിലും തിരുവനന്തപുരത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിൽക്കട്ടെ, തൃശ്ശൂർ രണ്ടാം സ്ഥാനത്ത് വന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി നിൽക്കട്ടെ കോമൺ ആയിട്ട്. അങ്ങനെ കഴിയില്ല, രാഷ്ട്രീയ നിലപാടിൽ അങ്ങനെ കഴിയില്ല. അതുകൊണ്ടാണ് ദേശീയ ആവശ്യത്തെ അത് ഓരോ ഇതിനകത്ത് മാത്രമായിട്ട് അവിടുത്തെ ജനങ്ങൾക്ക്
ഞാൻ ഈ പറയുന്ന അത്രയും രാഷ്ട്രീയ അവബോധം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ ചർച്ച പോലും വേണ്ട. അതില്ലാതിരിക്കുന്നത് കാരണം കൊണ്ടാണ് നമ്മുടെ ആൾക്കാർക്ക് മാത്രം വോട്ട് കൊടുക്കുന്ന പ്രജകളെ നിലനിർത്തിയിരിക്കുന്ന സമൂഹമാണിത്. അതാണ് പ്രശ്നം. അതുകൊണ്ട് അങ്ങനെ എടുക്കാനൊക്കത്തില്ല. പക്ഷെ ദേശീയ രാഷ്ട്രീയത്തിനെ മുൻനിർത്തി നമ്മൾ ഇതിനകത്ത് മത്സരിക്കുന്നില്ല എന്നുള്ള നിലപാടെടുക്കാൻ പറ്റും. പൊതു സ്ഥാനാർത്ഥിയെ നിർത്താൻ പറ്റും. അത് ചെയ്യാതിരിക്കുന്നത് കേരളത്തിന്റെ അധികാരത്തിനെ പറ്റി മാത്രമല്ല. അപ്പൊ മറുവശത്ത് നിൽക്കുന്നത് BJP-ക്കാര് പ്രധാന രാഷ്ട്രീയ പാർട്ടിയായി മാറിപ്പോവുക. ഈ നിലപാടെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു റോൾ അവർക്കുണ്ട്. ഇതെനിക്ക് മനസ്സിലാകാത്തതുകൊണ്ടല്ലേ, രാഷ്ട്രീയത്തിനകത്ത് വലിയൊരു പ്രശ്നമുണ്ട് തലമാണ്. അപ്പൊ BJP എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പ്രധാന. അവര് സത്യത്തിലെ മൂന്നാമത്തെ സ്ഥലത്ത് പോലും ഇല്ലാത്തവരാണ്. അവരെ അവിടെ കൊണ്ടുപോയി ആക്കരുതെന്നുള്ള ആഗ്രഹം കൊണ്ടുകൂടാണ് ഇവർ സമരം ഇതുപോലെ ഈ നിലപാടെടുക്കാൻ കഴിയാതെ പോകുന്നത്. ഇതും നമുക്ക് കാണാൻ പറ്റും. എളുപ്പമല്ല രാഷ്ട്രീയ പ്രവർത്തനം ഒന്നും കൂടെ നമ്മൾ അറിയണം. ഇപ്പൊ ഞാനിത് ശരി പറയുമ്പോൾ ഞാൻ എന്തോ ശരി പറയുകയാണെന്ന് മാത്രം കാണരുത്. അതിനകത്ത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ആളുകൾക്ക് രാഷ്ട്രീയ അവബോധം ഉണ്ടായി കൂടെ നമ്മളെ കൊണ്ടുപോവുകയും ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഇപ്പൊ നമ്മൾ ഈ പറയുന്ന നിലവാരത്തിൽ പ്രശ്നങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യുമ്പം ആരും പറയണ്ട ആർക്ക് വോട്ട് ചെയ്യണമെന്ന്. നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആൾക്കാർ വോട്ട് ചെയ്യും. ഓൾറെഡി നമ്മൾ ഇപ്പം നിൽക്കുന്നത് ജാതി മതങ്ങളിൽ വിശ്വസിക്കുന്ന ജനങ്ങളാണ്. അവര് അതിന്റെ പേരിലാണ് വോട്ട് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന തരത്തില് വിശ്വാസ പ്രമാണങ്ങളൊക്കെ മനസ്സിലാക്കി തുല്യമായ ലോകവീക്ഷണമൊക്കെ ഉണ്ടായവര് അത് ഒരു ചെറിയ വിഭാഗം എല്ലാ വീടുകളിനകത്തും ഒരാളോ രണ്ടാളോ വെച്ചൊക്കെ ഉണ്ടാവും. അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു കുടുംബം പോലെ എടുത്താല് അവരിലെ ഭൂരിപക്ഷം പേരും ഏതെങ്കിലും തരത്തിലുള്ള ഹെറാർക്കിക്കൽ മൂല്യബോധത്തിൽ നിൽക്കുന്ന മനുഷ്യർ തന്നെയാണ് കേരളത്തിൽ മുഴുവനുള്ളത്. അത് ജാതിയിൽ അടിസ്ഥാനപ്പെടുത്തി മതത്തിൽ അടിസ്ഥാനപ്പെടുത്തി തന്നെ നിൽക്കുന്ന വോട്ട് കൊടുക്കുന്ന മനുഷ്യർ തന്നെയാണുള്ളത്. അവരിൽ നിന്ന് വേണം നമുക്ക് ഈ കാൻഡിഡേറ്റിനെ കണ്ടെത്താനും അവരിൽ നിന്ന് വേണം നമുക്ക് ഈ വോട്ട് കൊടുക്കാനായിട്ട്. ക്ലാസ് റൂമിനകത്ത് ജനാധിപത്യ രാഷ്ട്രീയ അവബോധം പഠിപ്പിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പ്രശ്നം തുടരുക തന്നെ. സോഷ്യൽ മാധ്യമങ്ങളിൽ വിമർശനം ഉന്നയിക്കുന്ന ഒരു കാര്യം, ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്നൊടുക്കിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പൊ സ്റ്റാലിന്റെ കാലത്ത് ഇത്രയും പേര് കൊന്നിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ കേരളത്തിൽ നമ്മളൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ എന്തിനാണ് സോവിയറ്റ് യൂണിയനിൽ സ്റ്റാലിൻ നടത്തിയ കൂട്ടക്കൊലയെ കുറിച്ച് സംസാരിക്കുന്നത്? പക്ഷെ ലോകത്തിലെ ഏറ്റവും അധികം ആൾക്കാരെ കൊന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ വിഷ്ണു ചർച്ചിലിനെ ഒരു രക്തദാഹിയായി കാണാനാവില്ല. ഇന്ത്യയിലെ 5 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാരെ പട്ടിണിയിട്ട് കൊന്ന ഒരു സാമ്രാജ്യത്വ വാദിയായിരുന്നു ചർച്ചിൽ എന്ന് പറയാറില്ല. ഇന്ത്യയിലും കേരളത്തിലും ഇടതുപക്ഷ പാർട്ടികളെ നമ്മൾ വിലയിരുത്തുമ്പോൾ അവരെ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടോ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടോ താരതമ്യം ചെയ്തുകൊണ്ട് മാത്രം ചെയ്യുന്നത് ചരിത്രപരമായി ശരിയാണോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്നിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് എന്ന് പറയുന്ന വാദം എല്ലായ്പ്പോഴും ഉന്നയിക്കാറുണ്ട്. പക്ഷെ ഇതിനെ ഹിസ്റ്റോറിക്കലി കോണ്ടാക്ട് ചെയ്യാതെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ശരിയാണോ? ഇത് എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്നുള്ള രാഷ്ട്രീയ ആവശ്യത്തിന് മറ്റുള്ളവരെ ലേബൽ ചെയ്ത് പട്ടിയെ പേപ്പട്ടിയാക്കി മുദ്ര കുത്തി അവജ്ഞയാക്കി അല്ലെങ്കിൽ അതിനെ തല്ലിക്കൊല്ലാൻ വേണ്ടി ചെയ്യുന്നതല്ലേ. അപ്പൊ ഇയാൾ ചൊവ്വേ നേരെ എന്തുകൊണ്ടാണ് ഞങ്ങളെ തല്ലാത്തത് എന്നുള്ള ചോദ്യമാണ് ഇപ്പൊ ഇയാൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയമായ ആളുകളെ ആക്ഷേപിക്കാനായിട്ടോ ഒരാളെ ചെറുതാക്കി കാണിക്കുന്നതിനോ ശ്രമിക്കുന്ന സമയത്ത് ബിലോ ദ ബെൽറ്റ് ഇടിക്കത്തില്ല എന്ന് തീരുമാനിക്കത്തക്കവണ്ണമുള്ള എന്താ പറയണ്ടേ സാമൂഹിക മര്യാദയുള്ള മനുഷ്യരുടെ ലോകത്തല്ല അത് വരുന്നത്. അതുകൊണ്ട് അവരിതെല്ലാം പറയും. ഇപ്പൊ ലോകത്ത് ആദ്യമായിട്ട് ഇലക്ഷന് നിന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ കേരളത്തിലുള്ളത്. ലോകത്ത് അതിനെ മാനിക്കാതാണല്ലോ ഈ പറയുന്ന മുഴുവൻ. നമ്മൾ എന്തുകൊണ്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് അവരെടുക്കുന്ന നിലപാട് എന്താണ്? അത് അടവുപരമായ സമീപനമാണ്. ഒരു തന്ത്രപരമായി നമ്മൾ ഇത് ഇലക്ഷൻ ഉപയോഗിക്കേണ്ടതാണ്. ജനങ്ങളിടയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇത് ഇലക്ഷൻ നിൽക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവർ ചേരുന്നത്. പക്ഷെ ഇന്ന് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിപ്ലവത്തിനെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ല. ഇലക്ഷൻ തന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ന് ഇലക്ഷനേ ഉള്ളു. ഇങ്ങനെ ട്രാൻസ്ഫോംഡ് ആയി പോയിരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആക്ഷേപിക്കാനായിട്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ള കയ്യേറ്റങ്ങളെയും കുഴപ്പങ്ങളെയും എല്ലാം അതിൻ്റെതായ സവിശേഷതയിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? അതൊന്നും നമ്മൾ ഒരിക്കലും പഠനത്തിന് വിധേയമാക്കാതെ ലേബൽ ചെയ്യുന്നതിന് വേണ്ടി മാത്രം പറയുന്ന കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് മനസ്സിലാക്കണം, നമ്മുടെ ചരിത്രത്തിനകത്ത് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സവിശേഷമായ സ്ഥാനം. അതിന് ഒരു സംശയവും നമുക്ക് വേണ്ട. അവര് ഇലക്ഷന് നിന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് മറ്റുള്ള ലോകത്തൊരുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പെഡിഗ്രിയിൽ പെടുന്നതല്ലത്.
പക്ഷെ അതിന്റെ പാർട്ടി കൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ ഹെയറാർക്കിക്കലാണ്. അവിടെയാണ് നമ്മൾ കേഡർ പാർട്ടി എന്ന് പറയുന്നത്. അത് അങ്ങനത്തെ ഒരു കേഡർ പാർട്ടി പിന്നെ RSS മാത്രമാണ് ഉള്ളത്. ഏഹ് ആളുകൾ അതിനകത്തുനിന്ന് വിട്ടുപോയാലൊക്കെ ശ്വാസം മുട്ടൽ ഉണ്ടാക്കുന്നതും കൊല്ലുന്നതുമായ ആൾക്കാരായിട്ട് മാറുന്ന സ്ഥലമുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതിനോട് നമ്മൾ യോജിച്ച് അതിനോട് വിയോജിച്ച് ജനാധിപത്യപരമായ സമീപനത്തിനകത്ത് എടുക്കേണ്ട നിലപാടുകളിനകത്ത് ഈ നേരത്തെ പറഞ്ഞ ഇടതുപക്ഷത്തിനകത്ത് ഡെഫിനറ്റ്ലി ആയിട്ടും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വരും. അതിനൊരു സംശയവും നമുക്ക് വേണം. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് ഇന്ത്യൻ ജനതയ്ക്കകത്ത് നടത്തിയിരിക്കുന്ന വർക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളത് കാണുന്നത്. ക്രിസ്തു മതത്തിനകത്ത് പ്രോട്ടസ്റ്റന്റ് മതത്തിനോട് കാത്തലിക് മതത്തിനോടും ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ കാണണ്ടേ? അതാണ് അതിൻ്റെ അകത്ത് വ്യത്യാസം ഉണ്ടാക്കുന്നത്. ക്രിസ്ത്യാനികളെന്ന് വിളിച്ചാൽ മതിയോ? കാത്തലിക്സ് എടുക്കുന്ന നിലപാടൊന്നും അല്ല പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികൾ എടുക്കുന്നത്. ഇനി ലിബറേഷൻ തിയോളജിക്കാരെടുക്കുന്നതാണോ ഈ പറയുന്ന രണ്ടെണ്ണം എടുക്കുന്നത്? അല്ല. ഇതൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ടാണ് രാഷ്ട്രീയമായിട്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വേറൊരു ടൂൾ ഉപയോഗിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അല്ലാതെ നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കുന്ന പോലെ ചെയ്യേണ്ട സാധനമല്ല. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഇത് പറയുന്നത്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിനകത്ത് സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് സ്റ്റാലിനോടൊപ്പം എന്തുകൊണ്ടാണ് റൂസ്വെൽറ്റും ചർച്ചിലും നിന്നത്? അവരെങ്ങനെയാ നിൽക്കും? സ്റ്റാലിനോടൊപ്പമാണല്ലോ നിന്നിരുന്നത്. അപ്പൊ അവരെന്താ ആ നിലപാടെടുത്തത്? അപ്പൊ അവരല്ലയോ അതിന് ഉത്തരം പറയണ്ടേ? ഹിറ്റ്ലർ ചെയ്യുന്ന അത്രയും ദ്രോഹം ചെയ്യുന്നില്ല എന്നുള്ള അവരുടെ തിരിച്ചറിവാണത്. അതുകൊണ്ടാണ് റൂസ്വെൽറ്റിനും ചർച്ചിലിനും സ്റ്റാലിനോടൊപ്പം നിന്നിട്ട് ആക്സിസ് എന്ന് പറയുന്ന അത്തരത്തിലുള്ള ഒരു നിലപാടെടുക്കാൻ പറ്റുന്നേ. മുന്നണി ഉണ്ടാക്കിയില്ലേ അവര്? തിരിച്ചും ബാധകമാണ്. സ്റ്റാലിനെ അറിയാം ഹിറ്റ്ലറെ അത്ര ദ്രോഹമല്ല അമേരിക്കയും അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, അങ്ങനെ തന്നെയാണ് അത് മനസ്സിലാക്കേണ്ടത്. അതാണ് രാഷ്ട്രീയ നിലപാടെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചർച്ചിലിനെയും ഐസൻഹോവറെയും നമ്മൾ ശിക്ഷിക്കണ്ടേ? സ്റ്റാലിനോടൊപ്പം നിന്നതിന്റെ അവരെന്താണ് ആരും വിചാരണ ചെയ്യാത്ത? ഈ ചർച്ചയ്ക്കകത്ത് എന്താ അവരില്ലാത്ത? ഇനി ലോകത്ത് നേരത്തെ ഇയാൾ പറഞ്ഞ് കൊല്ലുന്നതിന്റെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്ക കൊന്നിട്ടുള്ള അത്രയും ലോകത്താരും ചെയ്തിട്ട് അവർ ക്രിസ്ത്യാനികളാണ് കൊല്ലുന്നതെന്ന് എന്താ പറയാത്തെ? അപ്പൊ അത് രാജ്യമായി. അതേ സമയത്ത് അവിടുത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വാല്യൂസുമായിട്ട് നിൽക്കുന്ന ജനത തന്നെയാണ്. അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പോലും സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് അതൊക്കെ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു ക്രിസ്ത്യൻ രാജ്യമാണ് അമേരിക്ക എന്ന് എന്താ ആരും പറയാത്തെ? അപ്പൊ രാജ്യം മാത്രമേ ഉള്ളൂ. ഇസ്ലാം മതവിശ്വാസികൾ മാത്രമാണ് രാജ്യം ചെയ്യുമ്പോൾ തെറ്റാകുന്നത്. ബാത്തിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഇറാഖിനകത്ത് അയാള് വളരെ ഡിഫറൻ്റ് ആയ നിലപാടുണ്ടായിരുന്ന ആളല്ലേ. അയാളെ എങ്ങനെ ബോംബ് ചെയ്യും ഇവര്? ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നതല്ലേ. എന്തുകൊണ്ടാണ് അവർ തമ്മിൽ യുദ്ധം ചെയ്തത്? രണ്ടുപേരും ഒരുപോലാണെന്നുണ്ടെങ്കിൽ അവർ മുസ്ലിങ്ങളാണ് എന്നുള്ള ഐഡന്റിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ഇറാനും ഇറാഖും തമ്മിൽ എങ്ങനെ യുദ്ധം ചെയ്യും? ഇപ്പൊ ഇസ്രയേലിന്റെ സകല ഹോട്ടലും ഈ സൗദി അറേബ്യയിലുണ്ടല്ലോ. ഇസ്രയേലിന്റെ ഹോട്ടലുകൾ സൗദി അറേബ്യയിലുണ്ട്. അതെങ്ങനെ ഉണ്ടാവും? മുസ്ലിങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുന്നു എന്നുള്ളതാണല്ലോ സങ്കല്പം. ഇവിടുത്തെ എന്താണ് യുക്തിവാദികൾ എന്ന് പറയുന്ന വിദ്വാൻമാരൊക്കെ മുസ്ലിം വിരോധം പറഞ്ഞു പിടിപ്പിക്കുമ്പോൾ ഈ ഇസ്രയേലുകാരെങ്ങനെയാണ് ഈ സൗദി അറേബ്യയിൽ പോയി ഹോട്ടൽ ഉണ്ടാക്കുന്നതെന്ന് പറയണ്ടേ? ഇതാണ് രാഷ്ട്രീയമായി തിരിച്ചറിവുകളെ പറ്റി മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഈ ആളുകളെല്ലാം ഏതെങ്കിലും മതവിശ്വാസത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നതെന്ന് തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പൊ അമേരിക്കക്കാരനും ഇംഗ്ലീഷുകാരനും ഒക്കെ ക്രിസ്ത്യാനികളെ പോലെ തന്നെയാണ് പെരുമാറുന്നതിന് ഭൂരിപക്ഷം അവിടെയാണ്, അവർക്കാണ് ആ വാല്യൂസ് തന്നെയാണ് ഉള്ളത്. അപ്പൊ ആ സമയത്ത് അവര് രാജ്യങ്ങളാണ്. ഇറാനും ഇറാഖും സിറിയയെല്ലാം മുസ്ലിങ്ങളായി രാജ്യങ്ങളില്ല. എന്നാൽ ഇറാഖ് യുദ്ധത്തിനകത്തും ഇറാനും തമ്മിൽ യോജിക്കുന്നില്ല എന്നുള്ള കാര്യം കാണണ്ടേ? അപ്പോഴാണ് പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മതവിശ്വാസങ്ങളിലുള്ള വിശകലനത്തിനകത്തൊന്നും തീരത്തില്ല. അത് നമ്മൾ വ്യത്യസ്തമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവര് പലപ്പോഴും പറയാതെ പോകുന്നത് ആഫ്രിക്കയിൽ നിന്നുള്ള മനുഷ്യന്മാര് ചങ്ങലക്കിട്ട് കപ്പലിൽ കൊണ്ടുവന്ന് പണിയെടുപ്പിച്ചാണ്, മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന റെഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കപ്പെടുന്ന വംശജയെ കൂട്ടക്കൊല ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു രാജ്യമല്ല, യൂറോപ്പ് മുഴുവനും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. യൂറോപ്പിനകത്തെ സംസ്കാര സമ്പന്നരായ ഈ ജനാധിപത്യവാദികൾ ഇന്നും ആഫ്രിക്കയോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന മറ്റുള്ള ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യമൊക്കെ പറഞ്ഞാൽ അവരവരുടെ രാജ്യത്തുള്ള അവരവരുടെ ജനങ്ങളോട് മാത്രം. ഇത് അവരവരുടെ ജനങ്ങളോടും ലോകത്തുള്ള സകല ജനങ്ങളോടും ഒരുപോലെ മര്യാദയായിട്ട് പെരുമാറുന്ന യൂറോപ്പിലുള്ള ജനങ്ങളെയാണ് ജനാധിപത്യവാദികളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവനും ബോംബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ലോകം മുഴുവനും കോർപ്പറേഷൻസ് ഉപയോഗിച്ചിട്ട് ശ്വാസം മുട്ടിച്ച് കൊന്നുകൊണ്ടിരിക്കുന്നവരാണ്. ഫ്രാൻസ് എന്നും നമുക്ക് ഒരു കാലത്തും
ജനാധിപത്യത്തിന്റെ എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഇക്വാലിറ്റിയും ഫ്രറ്റേണിറ്റി ഒക്കെ ഉണ്ടായത്. പക്ഷെ അതിന് തൊട്ടു പുറകെ ഉണ്ടായത് നെപ്പോളിയൻ ആണെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത്. ഇതുപോലുള്ള സാധനങ്ങളെല്ലാം നമ്മൾ തിരിച്ചറിയാതെ ഈ രാഷ്ട്രീയ മേഖലയിലുള്ള ചർച്ചകൾ എന്ന് പറയുന്നത് അറിവില്ലാത്തതുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല.